അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ ചോറെല്ലാം വേവിച്ചാ? ഞാനിതാ അന്ന് വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കണതാണ്. എന്താ നിങ്ങൾക്ക് വിശ്വാസം വരാൻ ഞാനൊരു അണ്ടി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു അണ്ടിപ്പുട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് അണ്ടി പൊടിച്ചത്, ഇത് തേങ്ങ പൊടിച്ചത്, ഇത് ഇതിലേക്കുള്ള ചക്കര, ഇത് അരി വറുത്ത് പൊടിച്ചത്. നമ്മൾ അണ്ടിപ്പുട്ട് എന്ന് പറയുമ്പോൾ അണ്ടി ഉണ്ടെങ്കിലാണ് അത് അണ്ടിപ്പുട്ടാവുക. പിന്നെ അണ്ടിക്ക് പകരം നമുക്ക് നിലക്കടല വറുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടി ഇല്ലെങ്കിൽ അരി വറുത്ത് തേങ്ങയും ചക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അണ്ടി വെച്ചിട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് അണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അണ്ടിയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ച് ഇതിലിട്ട്, പിന്നെ ഞാൻ കടയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഏതെങ്കിലും പിള്ളേർ കസ്റ്റമർ വന്നാൽ ഇതിവിടെ കട്ടായി പോകും. അതാണ് ഇടമുറിഞ്ഞ് കാണുന്നത്. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്, ഞാൻ തന്നെ ഇത് പാകം ചെയ്യണതും. വീഡിയോ എടുക്കാൻ വെച്ചിട്ട് വേറൊരാളില്ല. അപ്പോൾ ഇത് അരി വറുത്ത് പൊടിച്ചത്, ചോറ്റരി വറുത്ത് പൊടിച്ചത്, ഇത് ഇതിലേക്കുള്ള ചക്കര, ഇത് അണ്ടി വറുത്ത് പൊടിച്ചത്, എന്താ ഇത് തേങ്ങ വറുത്ത് പൊടിച്ചത്. വറുത്തതല്ല, പച്ച തേങ്ങ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി അരക്കാതെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിന്ന് ചക്കര ഇട്ട് അണ്ടി വറുത്ത് പൊടിച്ചത്, തേങ്ങ പൊടിച്ചത്, ഇതൊക്കെ കൂടി ഇതിലേക്ക് ഇതാണ്. പിന്നെ അരി വറുത്ത് പൊടിച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് അരിയിൽ കുഴച്ചെടുത്ത് ഇതൊക്കെ നല്ല മിക്സാവണം. അരി പൊടിച്ച് ഞാൻ ചക്കര പൊടിക്കായിയാണ്, അരിഞ്ഞിട്ടതാണ് ചക്കര. അപ്പോൾ വീട്ടിൽ ചോറ്റരിയൊക്കെ ഉണ്ടാവും. കുറുവ അരി ഉണ്ടെങ്കിൽ ചിലർ ചോറ് വെക്കൂല, കുട്ടികൾ തിന്നൂല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ അരിയൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് സ്കൂള് ഇപ്പോൾ തുറന്നതല്ലേ, സ്കൂള് വിട്ട് വരുമ്പോഴത്തേന് വൈകുന്നേരത്തെ ചായക്ക് ഇങ്ങനെയൊക്കെ ഇത്തിരി ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ അവർക്ക് നല്ലൊരു സന്തോഷമാവും. കണ്ട പൊരിക്കടികളൊന്നും പലഹാരങ്ങളൊന്നും കൊടുക്കും വേണ്ട. ഇതിലൊക്കെ ആവുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണതാവുമ്പോൾ ഒരു കൃത്രിമങ്ങളും ഉണ്ടാവില്ല. നമുക്ക് ഇത്തിരി മെനക്കേടുണ്ട് എന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ തോണ്ടിയിരിക്കാനുള്ള ടൈം ഉണ്ടാകുള്ളൂ. കുട്ടികൾ വരുമ്പോൾ അതാ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ അതാ മിക്സർ, അല്ലെങ്കിൽ അതാ വായക്കുറുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടിയ ഉമ്മമാർ. ഞങ്ങളമ്മമാരൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് തന്നിരുന്നത്. ഇപ്പോൾ ഇതൊന്നും വലിയ പോക്ക് പോകില്ല. ഇപ്പോൾ കുഴിമാന്തി, പിന്നെ എന്താണ് എന്തൊക്കെ മാന്തലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇതിലിത്തിരി വെള്ളം ഒഴിച്ചും കൊണ്ട് ഒന്ന് ഇങ്ങനായിട്ട് കുഴച്ചെടുത്താൽ മക്കളെ അണ്ടിപ്പുട്ട് സൂപ്പർ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നമ്മളെ മക്കൾക്ക് ചെയ്ത് കൊടുക്കി. ഇനിയിപ്പോൾ അണ്ടി ഇല്ലാച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട. നിലക്കടല ഉണ്ടെങ്കിൽ ആ നിലക്കടല വറുത്ത് ഇതേപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിലും പൊടിച്ചിട്ട് കൊടുക്കുക. അണ്ടി ഉണ്ടെങ്കിൽ അണ്ടിയും പൊടിച്ചിട്ട് കൊടുക്കുക. അതിലൊന്നും കുഴപ്പമില്ല. അതൊക്കെ നല്ലൊരു ചൊയ കിട്ടുന്ന സാധനമാണ്. അപ്പം നമ്മളെ മക്കൾക്ക് മഴക്കാലമാണ്, സ്കൂളിൽ നിന്നൊക്കെ നനഞ്ഞൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാകും. അപ്പം എല്ലാവരും ചെയ്യാത്ത എന്നിട്ട് ഇങ്ങനെ പൊടിക്കുക.
ഉണ്ട റെഡി. അണ്ടിപ്പുട്ടിൻ്റെ ഉണ്ട റെഡി. നമുക്ക് ചിലപ്പം പീടികയെന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ചെയ്യണ മാതിരത്തെ വൃത്തി ഉണ്ടായെന്ന് വരില്ല. ഏയ് ഇതുണ്ടാ അണ്ടിപ്പുട്ട്. ഓക്കെ, റെഡിയായി. ഇങ്ങനെ പിടിച്ചെടുക്കുക. അത് വലുതാക്കി പിടിക്കണമെങ്കിൽ അങ്ങനെയും പിടിക്കുക. തോനെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ, തോനെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതാക്കിയിട്ടും പിടിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ മേൽ പറഞ്ഞ മാതിരി തന്നെ അച്ചാർ, ഉണക്കമാന്തൾ ഒക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവർ വരിക. അപ്പോൾ അതാണ്ട ഇങ്ങനെ പിടിച്ചെടുക്കണം ഇത്. എന്നിട്ട് നമ്മളെ മക്കൾക്കാണ്ട് കൊടുക്കുക. മക്കൾക്കും വലിയവർക്കും ഒക്കെ ഈ വരസക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആവുമ്പോൾ നല്ല ഒരു എനർജി കിട്ടും കുട്ടികൾക്കൊക്കെ. ഇതിൽ ഒരു മായവും ഇല്ല. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നമ്മളെ മക്കൾക്ക് കൊടുക്കിട്ടാ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്.